ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് നാരങ്ങ അച്ചാർ ഉണ്ടാക്കാൻ പോകണം. അത് ഗണപതി നാരങ്ങ ഉണ്ടാക്കാൻ പോകണം. ആദ്യം തന്നെ അടുപ്പ് കത്തിച്ചിട്ട് അതിനകത്ത് പാൻ വെച്ചതിന് ശേഷം അതിനകത്ത് നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഓയിലൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിനകത്ത് നമ്മൾ കടുക് ഇട്ട് കൊടുക്കണം. കടുക് ഇട്ടതിന് ശേഷം നമ്മൾ വറ്റൽമുളക് പൊട്ടിച്ചിട്ട് അതിനകത്ത് ഇടണം. വറ്റൽമുളകിൻ്റെ പുറകെ തന്നെ നമ്മൾ കരിവേപ്പില ഇട്ട് കൊടുക്കണം. കരിവേപ്പില ഇട്ടതിന് ശേഷം നമ്മൾ മിക്സിയിൽ അടിച്ച് വെച്ചേക്കുന്ന നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നല്ലോണം മിക്സിയൊക്കെ നല്ല വാടിച്ചതിനകത്തിട്ടിട്ട് നല്ലോണം അത് ഇളക്കണം. ഇളക്കിയതിന് ശേഷം നമ്മുടെ മെയിനായ ഗണപതി നാരങ്ങ അതിനകത്തോട്ടിടണം. ഗണപതി നാരങ്ങ ഇട്ട് ഇളക്കണം. ഇളക്കിയതിന് ശേഷം നമ്മുടെ ഉള്ളി, അതിൻ്റെ പുറകെ തന്നെ മുളക്, പച്ചമുളകാണ്, എന്നിട്ട് അത് അടച്ചു വയ്ക്കണം. രാത്രി 12 മണി ആയായിരുന്നു. പിന്നെ ഈ കളറൊക്കെ ആകുമ്പോൾ മുളക് പൊടി, കായപ്പൊടി, പിന്നെ ഉലുവാപ്പൊടി, പിന്നെ കുറച്ച് കാശ്മീരി കളറൊക്കെ വേണ്ടേ. എന്നിട്ട് അതിനകത്ത് നമ്മളെ വിനീഗർ ഒഴിക്കണം. വിനീഗർ ഒഴിച്ചതിന് ശേഷം ചെറുതായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാരങ്ങ ഇവിടെ റെഡിയായി. താങ്ക് യു.